കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 5-ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രം എക്സാം ആണ്. പഠിച്ചായിരുന്നോ? യെസ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ടീച്ചർ സോഷ്യൽ സയൻസ് സാമൂഹ്യശാസ്ത്രത്തിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക കേട്ടോ, അവസാനം വരെ കേൾക്കുക. ഇന്ന് ടീച്ചർ ഈ ക്ലാസ്സിൽ ടീച്ചർ പാർട്ട് 1, അതായത് 1-ാമത്തെ യൂണിറ്റിൽ ഉള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അടുത്ത പാർട്ട് 2-ൽ 2-ാമത്തെ പാഠം, പാർട്ട് 3-ൽ 3-ാമത്തെ പാഠമാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 1-ാമത്തെ പാഠത്തിലുള്ളത് ടീച്ചർ ഒന്ന് പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധയോടെ ഇരിക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ പാർട്ട് 2-ഉം പാർട്ട് 3-യും കൂടെ കണ്ടിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ കേട്ടോ. പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജ്. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്. പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമം. ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിഥി തൊഴിലാളികൾ, ഗസ്റ്റ് വർക്കേഴ്സ്. ഗസ്റ്റ് വർക്കേഴ്സ്, അതിഥി തൊഴിലാളികൾ. അപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിനായി വരുന്നവരെ വിളിക്കുന്ന പേരെന്ത്? ക്വസ്റ്റ്യൻ എന്താണ്? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ അന്വേഷിച്ച് വരുന്നവരെ വിളിക്കുന്ന പേരെന്ത്? സംസ്ഥാനമാണേ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിനായി എത്തുന്നവരെ വിളിക്കുന്ന പേര് അതിഥി തൊഴിലാളികൾ, ഗസ്റ്റ് വർക്കേഴ്സ്. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്. അതർ സ്റ്റേറ്റ്സ്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ജോലിക്കായി എത്തുന്നവരാണ് ഗസ്റ്റ് വർക്കേഴ്സ്, അതിഥി തൊഴിലാളികൾ. കൂടുതൽ പേരും എത്തുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ നിന്നാണെന്ന് അറിയാവോ? അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. ഓക്കെ, അപ്പോൾ കൂടുതൽ പേരും അതിഥി തൊഴിലാളികളായി കേരളത്തിൽ എത്തുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നാണ്? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഈ 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലിനായി എത്തുന്നവരാണ് അതിഥി തൊഴിലാളികൾ, ഗസ്റ്റ് വർക്കേഴ്സ്. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. ഏതൊക്കെ സ്റ്റേറ്റ്സിലാണെന്നാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. ഓക്കെ, പഠിച്ചില്ലേ? രണ്ടാമത്തേത് ഗ്രാമത്തിലെ കാഴ്ചകളാണ്. ഗ്രാമത്തിൽ നിങ്ങൾക്ക് എന്താ കൂടുതലായിട്ട് കാണാൻ കഴിയുക? പാടങ്ങൾ, മലകൾ, തോപ്പുകൾ, കൃഷിസ്ഥലങ്ങൾ, ചന്തകൾ. ചന്ത എന്തിനാണ്? സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും, ഉണ്ടാക്കിയത് വിൽക്കുന്നതിനും മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള സ്ഥലമാണ് ആഴ്ചച്ചന്തകൾ. ചന്തകൾ, ദിവസ ചന്തകളും ഉണ്ട്, ആഴ്ചച്ചന്തകളും ഉണ്ട്. ഓക്കെ, ആഴ്ചച്ചന്തകൾ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് എല്ലാ ആഴ്ചയിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? ഒരു ദിവസം കച്ചവടക്കാരൊക്കെ സാധനങ്ങളായിട്ട് വരും. വാങ്ങുന്നതിന് ആൾക്കാർ ഒത്തിരി വന്ന് കൂടാറുണ്ട്. അതാണ് ആഴ്ചച്ചന്തകൾ. നമ്മുടെ ദിവസം ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മേടിക്കാൻ പോകുന്നതാണ് ദിവസച്ചന്തകൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിൽ കാണുന്ന കാഴ്ചകളാണ് വയലുകൾ, പാടങ്ങൾ, മലകൾ, തെങ്ങിൻ തോപ്പുകൾ, ആഴ്ചച്ചന്തകൾ, പിന്നെന്താ? കുളങ്ങൾ. കണ്ടോ? ഇതെന്താണ്? കുളങ്ങൾ.
ഉത്സവങ്ങൾ, ഇതൊക്കെ നാട്ടിൽ കാണുന്ന കാര്യങ്ങളാണ്. ഉത്സവങ്ങൾ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നാട്ടിൽ കണ്ടത്? പാടങ്ങൾ, അല്ലെങ്കിൽ വയലുകൾ, മലകൾ, തെങ്ങിൻ തോപ്പുകൾ, കൃഷിസ്ഥലങ്ങൾ, ആഴ്ചച്ചന്തകൾ, കുളങ്ങൾ, ഉത്സവങ്ങൾ. ഇതൊക്കെയാണ് നാട്ടിലെ പ്രത്യേകതകൾ. ഓക്കെ. അതുപോലെ കളിസ്ഥലവും നമുക്ക് എഴുതാം. കളിസ്ഥലങ്ങൾ, കുട്ടികൾക്കായി കളിക്കാനുള്ള കളിസ്ഥലങ്ങൾ. അതൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ഗ്രാമത്തിലാണ് ഉണ്ടാവുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ദ ഫീച്ചേഴ്സ് ഓഫ് അർബൻ റൂറൽ ലൈഫ്, നഗര ഗ്രാമ ജീവിതത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. നഗരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അർബൻ ലൈഫ് നഗരപ്രദേശം, റൂറൽ ലൈഫ് ഗ്രാമപ്രദേശം. അപ്പോൾ നമുക്കാദ്യം റൂറൽ ലൈഫ്, ഗ്രാമത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. സ്മോൾ സെറ്റിൽമെൻറ്റ്സ്, ചെറിയ ചെറിയ വാസസ്ഥലങ്ങൾ. വലിയ വലിയ ബിൽഡിങ്ങുകളുടെ വീടല്ല, ചെറിയ വീടുകൾ, സ്മോൾ സെറ്റിൽമെൻറ്റ്സ് ആയിരിക്കും ഗ്രാമപ്രദേശത്ത്. പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാനമായ അന്തരീക്ഷമായിരിക്കും. പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാന അന്തരീക്ഷമായിരിക്കും. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, ലളിതമായുള്ള ജീവിതമാണ്. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, ലളിതമായിട്ടുള്ള ജീവിതം. ലെസ് എക്സ്പെൻസീവ്, കുറഞ്ഞ ജീവിത ചെലവ്. ലെസ് എക്സ്പെൻസീവ്, കുറഞ്ഞ ജീവിത ചെലവ്. ഇനിയുമുണ്ട്. ഈ 4 നിങ്ങൾ പഠിച്ചായിരുന്നോ? റൂറൽ ലൈഫ്, ഗ്രാമപ്രദേശത്ത് കാണുന്ന ഈ 4 കാര്യങ്ങളും പഠിച്ചോ? റൂറൽ ലൈഫിൽ എങ്ങനെയാണ്? സ്മോൾ സെറ്റിൽമെൻറ്റ്സ് ആണ്, പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആണ്, സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. ചെറിയ വാസസ്ഥലങ്ങൾ, സമാധാന അന്തരീക്ഷം, ലളിത ജീവിതം, കുറഞ്ഞ ജീവിത ചെലവ്. ഇത്രയും പഠിച്ചില്ലേ? ഇനിയുണ്ട് കീപ് റിലേഷൻസ്, ജനങ്ങളെല്ലാവരും ഇടപഴകിയാണ് ജീവിക്കുന്നത്. ഗ്രാമവാസികൾ പരസ്പരം ഇടപഴകി ജീവിക്കുന്നു. കീപ് റിലേഷൻസ്, അവർ ബന്ധം എന്ത് ചെയ്യുന്നു? കാത്തു സൂക്ഷിക്കുന്നു. കീപ് റിലേഷൻസ്, ജനങ്ങൾ ഇടപഴകി ജീവിക്കുന്നു. അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഓക്കുപ്പേഷൻ, കൃഷിയാണ് പ്രധാന തൊഴിൽ. അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഓക്കുപ്പേഷൻ, കൃഷിയാണ് പ്രധാന തൊഴിൽ. ഇപ്പോൾ ടീച്ചർ 6 കാര്യങ്ങൾ പറഞ്ഞു. റൂറൽ ലൈഫിനെ കുറിച്ച് 6 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? സ്മോൾ സെറ്റിൽമെൻറ്റ്സ്, ചെറിയ വാസസ്ഥലങ്ങൾ, പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാന അന്തരീക്ഷം, സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, ലളിത ജീവിതം, ലെസ് എക്സ്പെൻസീവ്, കുറഞ്ഞ ജീവിത ചെലവ്, കീപ് റിലേഷൻസ്, ജനങ്ങൾ ഇടപഴകി ജീവിക്കുന്നു, അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ഓക്കുപ്പേഷൻ, കൃഷി പ്രധാന തൊഴിലാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചായിരുന്നോ? ഇനി അർബൻ ലൈഫ്, നഗരപ്രദേശത്തെ ജീവിതം പഠിക്കാം. അർബൻ ലൈഫ് പഠിക്കാം. തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ്. തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങളെല്ലാവരും അടുത്തടുത്തടുത്തടുത്തുള്ള വീടുകളിൽ ജനങ്ങൾ തിങ്ങിപ്പാർത്താണ് കഴിയുന്നത്. ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, തിരക്കേറിയ ആധുനിക ജീവിത രീതിയാണ്. തിരക്കോടുകൂടിയ ആധുനിക ജീവിത രീതി, പുതിയ രീതിയിലുള്ള ജീവിതമാണ് അവരുടേത്. ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, ബിസിയാണ്, തിരക്കാണ്. ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, പുതിയ ആധുനിക ജീവിത രീതിയാണ്. മോർ എക്സ്പെൻസീവ്, അവിടെ ജീവിക്കണമെങ്കിൽ ജീവിത ചെലവ് കൂടുതലാണ്. മോർ എക്സ്പെൻസീവ്, നമുക്കിവിടെ എന്താ, ഗ്രാമത്തിൽ എന്താണ്, കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറിയൊക്കെ കിട്ടും. നഗരത്തിൽ പോയാലോ അവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാണ്. അതുപോലെ എല്ലാ സാധനങ്ങൾക്കും അങ്ങനെയാണ്. അപ്പോൾ നഗരത്തിൽ പോയാൽ മോർ എക്സ്പെൻസീവ്, ജീവിത ചെലവ് കൂടുതലാണ്. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് മോർ, പരിസ്ഥിതി മലിനീകരണം കൂടുതലാണ്. ഫാക്ടറീസും അതുപോലെ വാഹനങ്ങളും ഒത്തിരി ഉള്ളതിനാൽ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് മോർ. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം കൂടുതൽ. ഗ്രാമത്തിലാണെങ്കിലോ പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാനമായ അന്തരീക്ഷമാണ്. മനസ്സിലായോ? തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, തിരക്കേറിയ ആധുനിക ജീവിത രീതി. മോർ എക്സ്പെൻസീവ്, ജീവിത ചെലവ് കൂടുതൽ. എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് മോർ, പരിസ്ഥിതി മലിനീകരണം കൂടുതൽ. ഇനി നോക്കാം. ദേ ഡിഡിൻറ്റ് ഗീവ് നെയ്ബർഹുഡ് റിലേഷൻ. ഇവിടെ കീപ് റിലേഷൻ, അവർ അയൽപ്പക്കാരുമായി എന്ത് ചെയ്യുന്നു? ഇടപഴകിയാണ് ജീവിക്കുന്നത്. ഇവിടെ ആണെങ്കിലോ അടുത്ത് താമസിക്കുന്ന തൊട്ട് അയൽവക്കത്ത് ആരാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. they did not give neighborhood relations. അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. they did not give
നൈബർഹുഡ് റിലേഷൻസ്, അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. യൂസ്ഡ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. യൂസ്ഡ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകൾ. യൂസ്ഡ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത്? ജോലികൾ ചെയ്യുന്നത്. ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദെയർ ഓൺ അഫയേഴ്സ്, സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നഗരവാസികൾ. ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു their own affairs. They give importance to their own affairs. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് അർബൻ ലൈഫ്, നഗരപ്രദേശത്തുള്ളവർ. അപ്പോൾ നഗരപ്രദേശത്തിൽ എന്തൊക്കെ പഠിച്ചു? തിക്ലി പോപ്പുലേറ്റഡ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈൽ, തിരക്കേറിയ ആധുനിക ജീവിത രീതിയാണ്. മോർ എക്സ്പെൻസീവ്, ജീവിത ചെലവ് കൂടുതലാണ്. ഇവിടെ ലെസ് എക്സ്പെൻസീവ്, ജീവിത ചെലവ് കുറവാണ്. സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ് റൂറലിൽ. പീസ്ഫുൾ എൻവയോൺമെൻറ്റ്, സമാധാന അന്തരീക്ഷമാണ്. സ്മോൾ സെറ്റിൽമെൻറ്റ്, ചെറിയ വാസസ്ഥലമാണ്. അർബൻ ലൈഫിൽ എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഈസ് മോർ, പരിസ്ഥിതി മലിനീകരണം കൂടുതലാണ്. ദേ ഡിഡ് നോട്ട് ഗീവ് നൈബർഹുഡ് റിലേഷൻസ്, അയൽപ്പക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം തീരെ കൊടുക്കുന്നില്ല. യൂസ്ഡ് മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ജോലി ചെയ്യാനൊക്കെ. ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദെയർ ഓൺ അഫയേഴ്സ്, സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇവിടെ അഗ്രികൾച്ചറാണ് മെയിൻ ഓക്കുപ്പേഷൻ. കീപ് റിലേഷൻസ്, ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? നഗര ഗ്രാമ ജീവിതത്തിൻ്റെ സവിശേഷതകളാണ് കൂടുതലും നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിൽ പോയ ഒരു കുട്ടി അവിടെ കണ്ട കാര്യങ്ങൾ, അവിടുത്തെ എന്താണ്, ഒത്തിരി വാഹനങ്ങൾ, അങ്ങനെ വാഹനങ്ങളും ഫാക്ടറീസും വലിയ വലിയ ബിൽഡിങ്ങുകളും, അങ്ങനെ എന്ത് ചെയ്യുന്നു, പരിസ്ഥിതി മലിനീകരണം, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം. എന്നാൽ അർബൻ ലൈഫിൽ നിന്ന് നേരെ പീലിയുടെ ഗ്രാമത്തിൽ പോയതുപോലെ റൂറൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കണ്ട കുളങ്ങളും നീന്തൽ പഠിക്കാനായി ആഴ്ചച്ചന്തകൾ, അതുപോലെ പാടങ്ങൾ, വയലുകൾ, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചല്ലോ. നഗര ഗ്രാമ ജീവിതത്തിൻ്റെ സവിശേഷതകളാണ് പ്രധാനമായിട്ടും അവിടെയുള്ളത്. ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റിലോ ഒത്തിരി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആയതിനാൽ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ക്ലാസ്സിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും, ഓരോ ഭാഗങ്ങളും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, എല്ലാം വലിച്ചു വാരി പഠിപ്പിക്കത്തില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം ടീച്ചർ പഠിപ്പിക്കും. അത് പഠിച്ചിട്ട് പോയാൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. നാളെ നമുക്ക് രാവിലെ എന്ത് ചെയ്യാം, രണ്ടാമത്തെ പാർട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.